വീറും വാശിയും നിറഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം കൊട്ടിക്കലാശക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേയുള്ളൂ. റോഡ് ഷോകളുമായി മുന്നണികൾ കളം നിറയുകയാണ്. കൊട്ടിക്കലാശത്തിൽ നിന്നും മാറി വീട് കയറി വോട്ട് തേടാനാണ് PV അൻവറിന്റെ തീരുമാനം. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികൾ. ആദ്യം 4 സ്ഥാനാർത്ഥികളുടെയും പ്രതികരണം വന്നതാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ ആത്മവിശ്വാസം ആകാശത്തോളം ഉയർന്നിരിക്കുകയാണ്. നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി കാലുകുത്തിയ നിമിഷം മുതൽ ഇന്നിപ്പോൾ ജൂൺ മാസം 17-ാം തീയതി രാവിലെ വരെയുള്ള സമയങ്ങളിൽ ഈ നിയോജക മണ്ഡലത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്തെ അനുഭവം ഓരോ നിമിഷവും ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നതാണ്. ഓരോ ദിവസം കൂടുമ്പോഴും UDF-നുള്ള വിജയപ്രതീക്ഷയല്ല, ഭൂരിപക്ഷം, വിജയം നമ്മൾ ഉറപ്പിച്ചു, ഭൂരിപക്ഷം വർദ്ധിക്കുന്നു എന്നതാണ് കാണുന്നത്. കാരണം എല്ലാ വിഭാഗം ജനങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ UDF-നെ പിന്തുണക്കുന്നു. എന്തൊക്കെയായാലും നിലമ്പൂരിൽ ചരിത്ര ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ നല്ല പ്രതീക്ഷയിലാണ്. കാരണം ഈ മേഖലയിൽ ഞങ്ങൾക്ക് കാര്യമായൊരു വോട്ട് കിട്ടും എന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഭൂരിപക്ഷമല്ല, ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ, അതല്ലേ ജനങ്ങളല്ലേ ഭൂരിപക്ഷം തീരുമാനിക്കുന്നത്. 2 ദിവസം കൂടെ, നമ്മൾ കുറച്ച് ദിവസം കാത്തിരുന്നാൽ പോരെ, ജനങ്ങൾ വോട്ട് ചെയ്യും. അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എഴുതി തള്ളിയവർക്കുള്ള മറുപടിയായിരിക്കും. ഓരോ ദിവസം കഴിയുന്തോറും ഇടതുപക്ഷ റാഫി കരീമും ശ്രീമാനുമാണ് ഏറ്റവും ഒടുവിൽ വിവരങ്ങളും ചേരുന്ന. ആദ്യം റാഫിയിലേക്ക് പോകുന്നു. റാഫി, ഇന്നലെ UDYF-ന്റെ ഈ പറയുന്ന റോഡ് ഷോ ഉണ്ടായിരുന്നു. അതും പങ്കാളിത്തം ഉറപ്പിക്കാൻ കഴിഞ്ഞു UDYF-ന്. ഇന്നിപ്പോൾ UDF-ന്റെ റോഡ് ഷോ എത്രത്തോളം സമ്പന്നമാക്കാനാണ്, കുട്ടിക്കലാശം ഏത് രീതിയിൽ കളറാക്കാനാണ് ആലോചന? റാഫി, ഹാഷിമി, 22 ദിവസം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് ഇന്ന് കൊട്ടിക്കലാശം നടക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് വഴിക്കടവിലാണ്. വഴിക്കടവിൽ നിന്നാണ് UDF-ന്റെ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിലെ റോഡ് ഷോ ആരംഭിക്കുന്നത്. ഈ റോഡ് ഷോ വഴിക്കടവിൽ നിന്ന് ആരംഭിച്ച് എടക്കരയിൽ എത്തും. എടക്കരയിൽ നിന്ന് പിന്നീട് ഈ റോഡ് ഷോ നിലമ്പൂർ നഗരത്തിലേക്ക് എത്തുന്ന തരത്തിലാണ് UDF-ന്റെ കൊട്ടിക്കലാശം ക്രമീകരിച്ചിരിക്കുന്നത്. വഴിക്കടവിൽ നിന്ന് സ്ഥാനാർത്ഥി തന്നെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ റോഡ് ഷോയിൽ വഴിക്കടവിൽ നിന്ന് കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെയും നേതാക്കളും ഭാഗമാകുന്നുണ്ട്. വലിയ ആഘോഷത്തോടുള്ള ഒരു കൊട്ടിക്കലാശം തന്നെയാണ് UDF സജ്ജീകരിച്ചിരിക്കുന്നത്. റോഡ് ഷോയോടുകൂടി 12 മണിയോടെ ഈ കൊട്ടിക്കലാശത്തിന്റെ റാലി ആരംഭിക്കും. ആ റാലി എടക്കരയിൽ സമ്മേളിക്കും. എടക്കരയിൽ നിന്ന് പിന്നീട് റാലി നിലമ്പൂർ നഗരത്തിലേക്ക് എത്തും. 2 ഇടങ്ങളിലായിട്ടാണ് UDF-ന്റെ കൊട്ടിക്കലാശം സജ്ജീകരിച്ചിരിക്കുന്നത്. എടക്കരയിലും ഒപ്പം തന്നെ നിലമ്പൂർ നഗരത്തിലുമാണ് കൊട്ടിക്കലാശമുള്ളത്. നിലമ്പൂർ നഗരത്തിലായിരിക്കും സ്ഥാനാർത്ഥിയോടൊപ്പം UDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പങ്കെടുക്കുന്ന കൊട്ടിക്കലാശം ഉണ്ടാവുക. ഒപ്പം തന്നെ എടക്കരയിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളും ഒപ്പം തന്നെ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതാക്കളും KSU നേതാക്കളുമെല്ലാം എടക്കരയിൽ ഉണ്ടാകും. ഈ നിലയിലുള്ള ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ സ്ഥാനാർത്ഥി ഇന്ന് പ്രധാനമായും വീടുകൾ കയറുന്നതിനപ്പുറത്തേക്ക് നഗരത്തിലെ കടകളിലേക്കും ഒപ്പം തന്നെ ജിംനേഷ്യം അടക്കമുള്ള സ്ഥാപനങ്ങളിലും ആണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിൽ യൂത്തിന്റെ ഒരു സംഘം വീടുകൾ കയറി ഇന്നും പ്രചരണം നടത്തുന്നുണ്ട്. 3000-ഓളം വീടുകളിലാണ് ഇതിനോടകം ചാണ്ടി ഉമ്മൻ വോട്ടഭ്യർത്ഥിച്ചെത്തിയത്. അതിനപ്പുറത്തേക്ക് ഇന്ന് UDF-ന്റെ നേതാക്കളും വീടുകളിൽ കയറി വോട്ടഭ്യർത്ഥിക്കുന്ന അവസാനവട്ട വോട്ടുറപ്പിക്കലാണ് UDF നേതൃത്വം ഇന്ന് നടത്തുന്നത്. അല്പസമയത്തിനകം എടക്കരയിലേക്കുള്ള റാലി, റോഡ് ഷോ ആരംഭിക്കും. വഴിക്കടവിൽ നിന്നാണ് ഈ റോഡ് ഷോ ആരംഭിക്കുന്നത്. ഇതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. എന്തായാലും 22 ദിവസം നീണ്ടുനിന്ന ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഇന്ന് കലാശക്കൊട്ടോടുകൂടി അവസാനിക്കുക. 6 മണി വരെയാണ് ഈ സമയമുള്ളത്. ആ 6 മണി വരെയുള്ള സമയത്തിനുള്ളിൽ ഈ ഏറ്റവും ആവേശത്തോടുകൂടി കൊട്ടിക്കലാശം പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത്. നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ ആദ്യ പ്രചരണത്തിൽ മുന്നിൽ നിന്നത് കോൺഗ്രസ് ആയിരുന്നു. ആദ്യ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 1 ദിവസം പൂർത്തിയാകുമ്പോൾ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു. പിന്നീട് പ്രചരണത്തിലും കോൺഗ്രസ് ആ വേഗം കൈവരിക്കുന്നത് കണ്ടു. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളും ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കളും എല്ലാം നേരിട്ട് നിന്നുകൊണ്ടായിരുന്നു മണ്ഡലത്തിലെ പ്രചരണ പരിപാടികൾ നടത്തിയത്. VD
സതീശനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും ഒപ്പം തന്നെ UDF കൺവീനർ അടൂർ പ്രകാശും മുസ്ലിം ലീഗിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടിയും ഒപ്പം തന്നെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും എല്ലാവരും നേരിട്ട് നിന്നുകൊണ്ടുള്ള ഒരു പ്രചരണമായിരുന്നു മണ്ഡലത്തിൽ നടന്നത്. ഏറ്റവും ഒടുവിൽ ഞായറാഴ്ച പ്രിയങ്ക ഗാന്ധി കൂടി മണ്ഡലത്തിലേക്ക് എത്തിയതോടെ കോൺഗ്രസിന്റെ പ്രചരണം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തി. ആ ആവേശം ഇന്നും കോൺഗ്രസ് നിലനിർത്തുകയാണ്. കൊട്ടിക്കലാശത്തോടുകൂടി ആ ആവേശം അതിന്റെ ഏറ്റവും ഉച്ചസ്ഥായിലേക്ക് എത്തിക്കുകയാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. റാഫി കരീമാണ് UDF ക്യാമ്പിന്റെ വിവരങ്ങൾ നൽകിയത്. യഥാർത്ഥത്തിൽ UDF ആവട്ടെ LDF ആവട്ടെ ഇനി അൻവറും NDAയും ഒക്കെ ആവട്ടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒന്ന് രണ്ട് ഇന്നലെ UDYFന്റെ പരിപാടി പോലെയുള്ള ഒന്ന് രണ്ട് പരിപാടികൾ ഇടയ്ക്കൊക്കെയുള്ള ചില ഷോകളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നാടിളക്കിയുള്ള വലിയ പ്രചരണത്തിലേക്ക് ഇവരാരും പോയിരുന്നില്ല. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഒരുപാട് ഗ്രാമപ്രദേശങ്ങളുള്ള സ്ഥലമാണ് നിലമ്പൂർ, ഒരുപാട് മലയോര മേഖലകളുള്ള സ്ഥലമാണ് നിലമ്പൂർ. അവിടെയൊക്കെ പോയി പരമാവധി വോട്ടർമാരെ വാഹനങ്ങൾ പോകാത്ത വഴികളിലൊക്കെ പോയി പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിൽ തന്നെയായിരുന്നു മുന്നണികളും സ്ഥാനാർത്ഥികളും. പക്ഷേ കൊട്ടിക്കലാശത്തിന് അങ്ങനെയല്ല. കൊട്ടിക്കലാശമാകുമ്പോഴേക്കും വൈകുന്നേരം ഒരു ശക്തി പ്രകടനം എന്നുള്ളത് നമ്മുടെ പതിവ് ശീലമാണ്. അതിനവിടെ മാറ്റം ഉണ്ടാവില്ല. അതിന് ഈ പറഞ്ഞ നാടിളക്കാതിരിക്കേണ്ടതില്ല എന്നാരും ആലോചിക്കുകയും ചെയ്യില്ല.